നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇവർക്കുണ്ടാകുന്ന ജ്യോതിഷപരമായിട്ടുള്ള മാറ്റങ്ങളും അതുമൂലമുണ്ടാകുന്ന ഫലങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനകരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ഉത്രം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും ഇത് സ്വീകരിക്കാവുന്ന ഫലമാണ്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 5 മുതൽ 8 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ജോലിയിലൊക്കെ ഉത്തരവാദിത്തമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. ജോലിയാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മ മേഖലയാകട്ടെ, ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസമാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊക്കെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടുന്നതാണ്. നിങ്ങൾ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഉത്തരവാദിത്തം കൂടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മേലധികാരികളുടെയൊക്കെ ശ്രദ്ധ കിട്ടുകയും ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ പ്രൊമോഷന് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്തെ ഒരു പ്രവർത്തനം ഫലപ്രദമാകുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾ സ്വയമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് ഒക്കെ വിപുലീകരിക്കാൻ ഈ ശ്രദ്ധ മൂലം നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ അസംഘടിത മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ 5 മുതൽ 8 വരെ. ആ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. ജോലിയൊക്കെ സ്ഥിരത ഉണ്ടാവാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് വളരെ നേട്ടമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഈ സമയം വിട്ടുകളയരുത്, വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ള, 10-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. അതായത് പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാൻ കഴിയുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ജോലികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ധനപരമായിട്ട് ഈ സമയത്തെല്ലാം ഒരു സ്ഥിരത ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജൂൺ 6-ാം തീയതിയോ അല്ലെങ്കിൽ 11-ാം തീയതിയോ നിങ്ങൾക്ക് പഴയ കടമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതായത് നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാനുള്ള തുക, ചിലർക്ക് കരാർ തുകയൊക്കെ ലഭിക്കാനുണ്ട്, ചിലർക്ക് ചില ആളുകൾക്കൊക്കെ കൊടുത്ത പണം ലഭിക്കാനുണ്ട്. അതിനായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട തീയതികൾ തിരഞ്ഞെടുക്കുമ്പോൾ 6 അല്ലെങ്കിൽ 11 തീയതികൾ തിരഞ്ഞെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ധനപരമായിട്ട് വരവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം കിട്ടുവാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ 13, 14 തീയതികൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ആ ചെലവുകളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള ചെലവുകളാണ് വരുന്നത്. ബന്ധങ്ങളിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയ ഈഗോ പ്രശ്നമെന്നൊക്കെ പറയാം. അതുകൊണ്ടൊക്കെയാണ് ഈ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാവാനുള്ള സാധ്യതയുള്ളത്. 7-ാം തീയതിയും 12-ാം തീയതിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ സമയങ്ങളിൽ ഉണ്ടാക്കുന്ന വാക്കുതർക്കങ്ങൾ മൂലമൊക്കെയാണ് നിങ്ങൾക്ക് പിണക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഈ 7ഉം 12ഉം തീയതികൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചുപയോഗിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ല ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ പങ്കാളികളോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ദമ്പതിമാർ തമ്മിലുള്ള അകൽച്ച കുറയാനുള്ള സാഹചര്യം ഉണ്ടാകും. ദാമ്പത്തിക സൗഖ്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ കളിയാടുവാനായിട്ട് ഈ തുറന്ന സംസാരം വളരെ നല്ലതാണ്. വിവാഹം കഴിക്കുവാനും വിവാഹം ഉറപ്പിക്കുവാനും ഒക്കെ പറ്റിയൊരു സമയമാണ് ഈ സമയം. അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിലൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് തലയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നട്ടലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം ആരോഗ്യപരമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ.
നിങ്ങള് ജൂൺ 9-ാം തീയതി എന്ന ദിവസം നിങ്ങൾ തിടുക്കപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. ജൂൺ 9 എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണ്. ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൽ നിന്നൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.